ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആണ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ ഫസ്റ്റ് എന്താണ്, വാട്ട് ഈസ് ലീഡർഷിപ്പ്? സോ ലീഡർഷിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് the process of influencing the activities of an organized group in its efforts towards goal setting and goal achievement. എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യാനും ഗോള് അച്ചീവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം നമുക്ക് എന്താ അതിന് ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് ലീഡർ നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി? എന്താണ്? ഒന്നാമത്തെ ആദ്യത്തെ പോയിന്റ് ആണ് എന്ത്, അസർട്ടീവ്. അപ്പൊ എന്താണ് അസർട്ടീവ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മുടെ ലീഡറിന് എപ്പോഴും വേണ്ട ഒരു നേഴ്സ് ലീഡർ അല്ലെങ്കിൽ നേഴ്സിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അസർട്ടീവ് കേട്ടോ. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. എക്സാമിന് വരുമ്പോൾ അസർട്ടീവ് എന്ന് പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അസർട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാവരും നമ്മൾ എക്സ്പീരിയൻസ് ആയിരിക്കണം, നമ്മൾ ഭയങ്കര പൊളൈറ്റ് ആയിരിക്കണം, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, പക്ഷെ എന്താണ്, അവരെ ഹേർട്ട് ചെയ്യാതെ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കണം. ആ ഒരു ക്വാളിറ്റിയാണ് അസർട്ടീവ്. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പോലെ എന്താണ്, കോമൺ സെൻസ് വേണം, കമ്മിറ്റഡ് ആയിരിക്കണം, സ്കിൽ കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, കറേജസ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, കമ്പാഷനേറ്റ് ആയിരിക്കണം, ഡെഡിക്കേറ്റ്, എഡ്യൂക്കേറ്റഡ്, എക്സ്പീരിയൻസ്, ഹോണസ്റ്റ്, ട്രസ്റ്റ് വർത്തി, ഇന്റഗ്രിറ്റി, intelligent, respectful, respect others, love and kind, strong moral values, ethical problem, risk taker, religious, spiritual, person of faith, humble and sincere. അപ്പൊ നമ്മൾ എന്താണ് ഇത്ര ഉള്ള ഒരു ക്വാളിറ്റി ഒരാളായിരിക്കും ലീഡർ. എന്നാൽ മാത്രമാണ് നമ്മൾ എന്ത് ഗൈഡ് ചെയ്യാനും നമ്മളൊരു ഗോളില് അച്ചീവ് ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ക്വാളിറ്റി ഓഫ് നേഴ്സ് ലീഡർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആണ് എന്ത്, ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ കോമൺ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്? എന്തൊക്കെയാ, ഡെമോക്രാറ്റിക്, എന്തൊക്കെയാ ഏതൊക്കെ ചോദിക്കാം, ഡെമോക്രാറ്റിക്, ഓട്ടോക്രാറ്റിക്, ലേസ്നെസ് ഫയർ, ട്രാൻസ്ഫോർമേഷണല്, ട്രാൻസാക്ഷണല്, ബ്യൂറോക്രാറ്റിക്, അല്ലെ? അപ്പൊ നമുക്ക് ഓരോ ലീഡർഷിപ്പ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ ലീഡർഷിപ്പ് ആണ് എന്ത്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല്. അപ്പൊ എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ, സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണെന്നറിയോ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിരിക്കും കൺട്രോൾ ചെയ്യാം ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനെയും. അവര് എന്താണ്, അവര് തീരുമാനം എടുക്കും, ഡിസിഷൻ എടുക്കും. നമ്മൾ എന്താണ്, നമ്മളത് എല്ലാവരും അത് അംഗീകരിച്ച് നമ്മൾ അത് വർക്ക് ചെയ്യണം. അതാണ് എന്ത്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ കൺട്രോൾ ഓൾ ഓവർ ഡിസിഷൻ ആൻഡ് ലിറ്റിൽ ഇൻപുട്ട് ഫ്രം ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പൊ ദേ മേക്ക് ചോയ്സ് ബേസ്ഡ് ഓൺ their ideas and judgment and rarely accept the advice from followers. അപ്പൊ എന്താണ്, അവരൊരു തീരുമാനം എടുക്കുന്നു, നമ്മളത് ചെയ്യണം. അതാണ് എന്ത്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്താണ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് നോൺ ആസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ പാർട്ടിസിപ്പേറ്റ് ലീഡർഷിപ്പ്, അല്ലെ? പാർട്ടിസിപ്പേറ്റ് സ്റ്റൈൽ എന്ന് പറയും. അപ്പൊ അതിൽ എന്താ, പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പൊ എന്താണ്, ഡിസിഷൻ മേക്കിംഗിൽ എന്താണ്, സ്റ്റാഫിനെ അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മള് നല്ലൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ്. ലീഡർ എൻകറേജ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും, എംപ്ലോയീസിനെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിരിക്കും കേട്ടോ. അപ്പോ എന്താണ്, നല്ല എല്ലാവരും ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത് അവർ സക്സസ്ഫുള്ളിലേക്ക് പോകാൻ വേണ്ടി നല്ലൊരു കമ്പനി ആയിരിക്കും എന്ത്, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി. ഇത് വെച്ച് കുറച്ച് ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള അടുത്തൊരു ലീഡർഷിപ്പ് ആണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് സ്റ്റൈൽ ദാറ്റ് റിക്വയർ വർക്കർ ടു പെർഫോം ടു സ്ട്രിക്ട് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ലീഡർ എന്താണ്, ലീഡർ പ്രൊമോട്ട് ചെയ്യാണ് എന്താ, കുറച്ച് സ്റ്റാൻഡേർഡ്സ് അവിടെ അവർ ഫോളോ ചെയ്യുന്നു, സ്ട്രിക്ട് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് അച്ചീവ് ചെയ്താൽ നമുക്ക് റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ സംഭവിക്കും പണിഷ്മെന്റ് കിട്ടും. അതാണ് എന്ത്, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് എന്താണ്, സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ, സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, എ ഗുഡ് ലീഡർ വിൽ ചേഞ്ച് എന്താണ് ഇൻഡിവിജ്വലി ബിറ്റ്വീൻ സ്റ്റൈൽസ് അക്കോർഡിംഗ് ടു പീപ്പിൾ ആൻഡ് വർക്ക് ദേ ഡീൽ വിത്ത് എന്ന് പറയുമ്പോൾ, നമ്മള് ഒരു പെട്ടെന്ന് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ സീനിയർ സ്റ്റാഫ് ഒക്കെ നമ്മുടെ ആ ഒരു ലീഡർഷിപ്പ് സ്ഥാനം ഏറ്റെടുക്കില്ലേ. അപ്പൊ എന്താണ്, ലീഡർ ഓർ മാനേജർ ഓഫ് എൻ ഓർഗനൈസേഷൻ മസ്റ്റ് അഡ്ജസ്റ്റ് ദ സ്റ്റൈൽ ഇൻ ടു ഫിറ്റ് ഡെവലപ്മെന്റ് ലെവൽ ഓഫ് ദ ഫോളോവേഴ്സ് ഇൻ ട്രൈങ് ടു ഇൻഫ്ലുവൻസ്. അപ്പൊ നമ്മുടെ ലീഡറോ മാനേജറോ സാഹചര്യം അനുസരിച്ച് ഓരോ ഓർഗനൈസേഷന്റെ സ്റ്റൈലും അവർ ഏറ്റെടുക്കുന്നതാണ് എന്ത്, സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി
നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ലീഡർ ഉണ്ടായിരിക്കും. ലീഡർ ആയിരിക്കും നമുക്ക് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു തന്ന് നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്ത് ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മള് ഡിഫറെന്റ് പീപ്പിൾസ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഒരാളായിരിക്കും. അവരെന്തെല്ലാം ഫണ്ടമെന്റ്സ് മനസ്സിലാക്കി നല്ല ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ലീഡേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നു. അതാണ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ വേണ്ടത് നമുക്ക്? നെക്സ്റ്റ് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അല്ലെ. സോ നമുക്ക് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്? എന്താ? ടു വേ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ്. എന്നാലാണ് നമുക്ക് ലീഡർഷിപ്പ് വർക്ക് ആവുള്ളൂ അല്ലെ. അപ്പൊ അതെന്താ? വെർബലായി നോൺ വെർബലായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാ? ചാനല്, ഡയറക്ഷൻ, മെത്തേഡ്. അപ്പോ ഈ ചാനൽ, ഡയറക്ഷൻ, മെത്തേഡ് വഴി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ? ചാനൽ എന്തൊക്കെയാ? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. സോ വാട്ട് ഈസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓഫീസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ ഫോർമലായി പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ ഒരാൾക്ക് ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ മോണിറ്റർ ചെയ്യുക, നമ്മൾ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ ചെയ്യുക. അതൊക്കെ എന്താണ്? അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ എന്താ നമ്മൾ പറയില്ലേ, ഓക്കെ വൈറ്റൽസ് ചെക്ക് ചെയ്യണം, അതിലൊച്ചായിട്ട് മോണിറ്റർ ചെയ്യണം, മെഡിക്കേഷൻസ് കൊടുക്കണം, BP നോക്കണം, അതൊക്കെ നമ്മൾ എന്താ അതൊക്കെ ഫോളോ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടി സംസാരിക്കുന്നത്, കൊളീഗ്സ് എല്ലാം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് എന്തായിരിക്കും? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ നെക്സ്റ്റ് എന്താണ്? ഡയറക്ഷൻ. ഡയറക്ഷൻ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. സോ വാട്ട് ഇസ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ? ഇപ്പൊ നമ്മൾ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് സ്റ്റുഡൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തായിരിക്കും? അത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മുടെ താഴെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആൾക്ക് നമ്മളെക്കാളും ബിലോ ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നത്, ജൂനിയേഴ്സിനോട് സംസാരിക്കുന്നതൊക്കെ എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. അപ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മേലെ അപ്പർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ അതോറിറ്റി, ഡോക്ടേഴ്സ്, HR, മാനേജ്മെന്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഇനി അടുത്ത എന്താണ്? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ എന്തായിരിക്കും? നമ്മളിപ്പോ കൊളീഗ്സ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ എന്താണ്? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. കൊളീഗ്സ് ആയിട്ട് സംസാരിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനിയിപ്പോ എന്താണ്? ഒരു ബാഡിയിലെ സ്റ്റാഫുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്താ? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് എന്താണ്? മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് എങ്ങനെ? ഓറൽ, റിട്ടൺ, ഗസ്റ്റേഴ്സ്. നമുക്ക് ഓറലി സംസാരിക്കാം, നമ്മൾ എന്താ എഴുതി കൊടുക്കാം. ഗസ്റ്റേഴ്സ് നമുക്ക് എന്താ നമ്മൾ ആക്ഷൻസ് കാണിക്കാം. അതൊക്കെ എന്താണ്? ഓറൽ, റിട്ടൺ ആൻഡ് ഗസ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നെക്സ്റ്റ് എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതിന്റെ ഓരോരുത്തരും ഒരു എന്താ ഇലാബറേറ്റ് ചെയ്ത നോട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? അപ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇനീഷ്യേറ്റ് ബൈ ദോസ് അറ്റ് ദ ലോവർ ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. അതെന്താണ്? പൊസിഷൻ, ടൈമിലി, സപ്പോർട്ട് കറന്റ് പോളിസി അല്ലെ. ഡൗൺവേർഡ് എന്തായിരിക്കും? ഫോളോ ഫ്രം ദ അപ്പർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പർ മാനേജ്മെന്റ് ലോവേഴ്സ് റാങ്ക് ഉള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോബ് ഇൻസ്ട്രക്ഷൻ, ഐഡിയോളജി, ഇൻഫോർമേഷൻ, ഫീഡ്ബാക്ക് ഒക്കെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ കൊളീഗ്സ് ആൻഡ് പിയേഴ്സ് ഗ്രൂപ്പ് സംസാരിക്കുന്നത് അല്ലെ. ഓർഗനൈസേഷൻ ഹാവ് എൻചൈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നോട്ട് റെക്കഗ്നൈസ് ആസ് ഒഫീഷ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.